അശ്വതി ഇങ്ങനെ ഇടയ്ക്ക് പണി കൊടുക്കണം കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും അപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി വേണം, അല്ലെങ്കിൽ ഇതേപോലെ പണി. ആ ജോലിയാണ് എന്നെ എടുത്തോണ്ട് നടക്കാൻ. ഈ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ സഹായിക്കേണ്ടി വരുമല്ലേ ഇങ്ങനെ? തീർച്ചയായിട്ടും. അത് ഒരു നമ്പറാക്കി വെച്ചൊക്കെയാണോ ആള്? ഇല്ല, അവർക്ക് എടുക്കുന്ന ഇഷ്ടമല്ല, ഞാനാണ്. ഞാൻ മാക്സിമം അങ്ങനെ എടുപ്പിക്കാം. അത്രയും കാലിനൊക്കെ വേദന വരുമ്പോ മാത്രം. എന്നാലും ആള് പറയാം എടുത്താൽ പെട്ടെന്ന് കൊണ്ടൊക്കെ എടുക്കാതെ. ഞാൻ സ്വയം പര്യാപ്തയാണ്. അത് മറ്റുള്ളവരെ ആശ്രയിപ്പിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എത്രയായി കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പൊ 1 year ആയി. 1 വർഷമായല്ലേ? നിങ്ങൾ ഈ ശ്രദ്ധിക്കപ്പെട്ടതെന്നോ മുതലാണ്, ഞങ്ങളുടെ കണ്ണിൽ തടഞ്ഞ മുതലെന്നോ മുതലാണ്? ഈ ഇടക്കാലം കൊണ്ട് എപ്പോഴോ ഞങ്ങൾ പോലും അറിഞ്ഞില്ല. നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടെ അത് പറഞ്ഞേ. നിങ്ങൾ എങ്ങനെ പ്രേമത്തിലായേ? പ്രേമത്തിലൊന്നും ആയില്ല, ഒന്നുമില്ല, ചെറിയൊരു ഇഷ്ടം, അട്രാക്ഷൻ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ഐ ലവ് യു പറയുന്നു. അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഞാന് ടിക്ടോക്കിലെ പുള്ളിക്കാരി ആദ്യം കാണുന്നത് കണ്ട് അന്നോട്ട് പരിചയമുണ്ട്. അപ്പം ഇവക്ക് കറക്റ്റ് തന്നെ ഓർമ്മയൊന്നുമില്ല, മറന്നുപോയി. ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് എന്താ പറയാ, നമ്മുടെ പരിചയം പുതുക്കിയ സമയത്തൊക്കെ ആണെങ്കിൽ എന്നെ വലിയ പരിചയമൊന്നുമില്ല, മനസ്സിലായിട്ടില്ല. അല്ല, ടിക്ടോക്കിൽ എനിക്ക് അത്യാവശ്യം ഇയാളെക്കാളും കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ആരാധകർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതുകൊണ്ട് സമയം കിട്ടിയില്ല. പ്ലീസ്. അപ്പം ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു, പിന്നെ ഫ്രണ്ട്സ് ആയി. അപ്പം സംസാരിച്ച സമയത്ത് എനിക്ക് ഇഷ്ടം തോന്നിയായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പം ആദ്യം സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങളുടെ അമ്മയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അമ്മമാരെ തമ്മിൽ നമ്മൾ കൂട്ടാക്കി, പിന്നെ അമ്മമാരെ തമ്മിൽ കൂട്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മമാരെ ഞങ്ങൾ കയ്യിലെടുത്തു, അവരെ അങ്ങ് സെറ്റാക്കി. ഞങ്ങൾക്ക് എളുപ്പമുണ്ടല്ലോ. അങ്ങനെയാണ്. അല്ല, ഇത് എങ്ങനെയായിരുന്നു ആദ്യം അപ്രോച്ച് ചെയ്തത്? പറഞ്ഞു ഞാൻ സ്വയമായിട്ട് ചോദിച്ചതാണ്, എനിക്ക് ഇങ്ങനെ താല്പര്യമുണ്ട്, വീട്ടിൽ നിന്ന് ഞാൻ ആളിനെ കൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പം കാര്യമായിട്ട് ചോദിച്ചത്. അപ്പം പുള്ളിക്കാരി അതിനു മുമ്പ് ചെറിയ ഇല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ചാറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ ടോൺ ചെറുതായിട്ടൊന്ന് മാറി. ഇങ്ങനെയൊന്ന് ചോദിച്ചു. അപ്പം പുള്ളിക്കാരി പറഞ്ഞു വേണ്ട. എന്നുവെച്ചാൽ അന്നേരം ഒരു ആലോചന പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു വെച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 കൊല്ലത്തിന് ശേഷം വീണ്ടും അമ്മമാര് തമ്മിൽ ഇങ്ങനെ സംസാരം വന്ന് അത് പിന്നെ വിവാഹത്തിലെത്തി. വിനോയുന്നില്ല ഈ കഥ ബാക്കി ശരിയെന്നെ നോക്കട്ടെ. അല്ല, എനിക്ക് ഈ സമയത്ത് വേറെ ആലോചന വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ഇയാളുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അത് ആളുടെ വീട്ടിൽ സമ്മതിക്കാത്തതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. ഇഷ്ടമുണ്ടായിരുന്നു? അതേ സ്ട്രൈറ്റ് ആലോചനയായിരുന്നു? അത് സ്ട്രൈറ്റ് ആയിട്ട് ഫ്രണ്ട് വഴി വന്ന ആലോചനയായിരുന്നു. അപ്പൊ അത് ആ പയ്യന്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അതിന് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഇടയ്ക്കാണ് ഇച്ചാന് ഈ ഒരു ഇതും കൊണ്ട് വന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ചാടിക്രാ എനിക്ക് ഇഷ്ടമാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ആ ഒരു വെയിറ്റ് ചെയ്ത് അങ്ങ് ഇരുന്നു. പിന്നെ ഇച്ചാന്റെ അമ്മയ്ക്കും ഈ എന്നെ വീഡിയോസിലൊക്കെ കണ്ടിട്ടും, പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം വീഡിയോ കോളും അതുപോലെ കോളിംഗ് ഒക്കെ ഉണ്ട സമയത്ത് അമ്മമാര് തമ്മിലും ഞാനും ഇച്ചാന്റെ അമ്മയൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ടിലായിരുന്നു. അപ്പൊ വീഡിയോ കോളൊക്കെ വിളിച്ച് അങ്ങനെ കൂട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോ അമ്മ എന്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, ഇങ്ങനെ മരുമോളായിട്ട് വരാൻ താല്പര്യമുണ്ടോ?